ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി, രക്തസമ്മർദ്ദം സാധാരണ നിലയിലെത്തിയിട്ടുണ്ട്. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനവും തൃപ്തികരമായ നിലയിലേക്ക് കടന്നുവെന്നാണ് വിവരം. എന്നാൽ വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിരവധി ശസ്ത്രക്രിയകൾ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്. പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി. കാരണം ഇത്രയും മുകളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി. ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫ്രാക്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ്പ് സ്യൂച്ചേഴ്സ് ഉണ്ട്. കാരണം നല്ലോണം ബ്ലീഡിങ് ഉണ്ട്. ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും. ആൾ കോൺഷ്യസ് അല്ല. വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ് ആൾ. അപ്പോൾ അത് ലങ് ഒന്ന് സെറ്റിൽ ആവണം, ബ്രെയിനും ഒന്ന് സെറ്റിൽ ആവണം. ബ്രെയിനിൽ ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറിയാണ്, ലങ്ങിലെ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിലായിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. സർജറിയുടെ ആവശ്യമില്ല. ബ്രെയിൻ പാർട്ടിൽ സർജറി ആവശ്യമില്ല. സ്പൈൻ പാർട്ടിൽ നിന്നും സർജറിയുടെ ആവശ്യങ്ങളില്ല. സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പം ആ ഇഞ്ചറി സിഗ്നിഫിക്കൻ്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ഹെവി ആക്സലറേഷൻ ഡീസലറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചറി എന്ന് പറയും. അതായത് ബോധം, പ്രതികരണം, ഓർമ്മ, ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ബാധിക്കാവുന്ന ചെറിയ ചെറിയ ചതവുകളാണ്. അതിനകത്ത് റിക്കവറി എങ്ങനെ വരും എന്നുള്ളത് സമയം കൊണ്ടാണ് നമ്മൾ പറയുക. വി വിൽ ഹാവ് ടു ഹെൽപ്പ് ഹർ ടു റിക്കവർ. ഇപ്പോൾ VD സതീശൻ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം, ബാക്കിയുള്ള ഈ മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ്. അല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അതൊന്നും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല. ഒരു ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ്, വീഴ്ചയിൽ പറ്റിയതാണ്. കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്കങ്ങനെ ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. അത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പരിഗണന, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതെല്ലാവരും, ജില്ലാ ഭരണകൂടമുണ്ട്, ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള മന്ത്രിമാരെല്ലാം, എല്ലാവരും, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാവരും കൂടുതൽ മെഡിക്കൽ ടീം വരും. അവർ ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്ക് പറയാം. അതല്ലല്ലോ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ അതല്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തില്ല. ഇവിടെ ഷീസ് ഗെറ്റിംഗ് ഗുഡ് കെയർ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, ആശുപത്രി മാനേജ്മെൻറ്റും വളരെ ലിബറലാണ്. വേറെ ഡോക്ടേഴ്സിൻ്റെ അവിടെയൊക്കെ അവർ കൺസൾട്ട് ചെയ്യും. കോർഡിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീം വരും. അവർ അവിടെ നിന്ന് യാത്ര ചെയ്യിച്ചിട്ടുണ്ട്. അവർ കൂടി വന്ന് സംസാരിച്ച് എല്ലാം നോക്കും. ഒരു ആവശ്യമായത് പ്രതിപക്ഷ VD സതീഷാണ് സംസാരിച്ചത്. ഈ ഹെഡ് ഇഞ്ചുറി, അതാണ് പ്രാഥമികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ പരിശോധന നടക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു വിദഗ്ധ സംഘം കൂടി വരും എന്നാണ് അദ്ദേഹം അറിയിച്ചത്.